ജേസൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് കരുവത്തുംപാറയാണ്. പാവങ്ങളുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയും. നല്ല അടിപൊളി പ്ലേസാണ്. എന്തായാലും ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കരുവത്തുംപാറ എത്തുന്നതിൻ്റെ 1 കിലോമീറ്റർ മുന്നെയാണ് കേട്ടോ ഈ ഒരു തോണിക്കടവിൽ കൂടിയാണ് നമ്മൾ കരുവത്തുംപാറ പോണത്. അപ്പോൾ ഈ തോണിക്കടവിലും നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടുന്ന് നമ്മൾക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. കരുവത്തുംപാറയും കാണാം, ഈ ഒരു തോണിക്കടവിൽ നമുക്ക് കാണാനുള്ളതാണ് ഇത് കണ്ടോ, ഇവിടെ ഒരു വ്യൂ പോയിൻറ്റും വരുന്നുണ്ട്. കുറച്ചധികം കയറാനുണ്ട് കേട്ടോ ഇവിടെ. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കുള്ള ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കയറ്റം കയറാനുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞങ്ങളെല്ലാവരും കൂടെ പോയപ്പം ഈ ഒരു വ്യൂ കാണണം എന്നുള്ളതിൽ ഞാനും ആ ഒരു സ്റ്റെപ്പ് കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറി പോണ സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആ ഒരു ടവറിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഈ ഒരു കോണി കണ്ടപ്പോൾ ഞാൻ കയറണോ എന്ന് ആലോചിച്ച് നിന്നു. എല്ലാവരും കയറിപ്പോയി കേട്ടോ. ഉപ്പയും ജ്യേഷ്ഠത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കയറിപ്പോയി. ഞാൻ കയറണോ എന്നുള്ളത് ആലോചിച്ച് നിന്നു. പിന്നെ ഇത് മിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാണാൻ പറ്റൂലല്ലോ. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ കയറിയത് എന്തായാലും നന്നായി. ഇത് കണ്ടോ, എന്ത് നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഞാനിത് കയറി വന്നിട്ടില്ലെങ്കിൽ ഇതെനിക്ക് മിസ്സായിരുന്നു. ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ചുറ്റിലും നമുക്ക് നടന്ന് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ. പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്, കാരണം 2 സ്ഥലം കവർ ചെയ്യണമല്ലോ. അപ്പോൾ അത് കാരണം ഇവിടെ കൂടുതൽ നേരം നിന്നിട്ടില്ല. ജസ്റ്റ് നമ്മളൊന്നിങ്ങനെ കണ്ട് പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് കരുവത്തുംപാറ ആ ഒരു പാവങ്ങളെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞത് ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോണ വഴിയിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. നല്ലൊരു സീനറിയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ കരുവത്തുംപാറ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. അവിടെ കണ്ടോ, ശരിക്കും ഒരു സ്വിറ്റ്സർലാൻഡ് ഞാൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു വെച്ച് ഒരു പാവങ്ങളൊരു സ്വിറ്റ്സർലാൻഡ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നു, ഉപ്പ ഉണ്ടായിരുന്നു, ജ്യേഷ്ഠത്തിൻ്റെ മകളും അതുപോലെ തന്നെ പേരക്കുട്ടികളും. ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഒരു ടൂറ് പ്ലാൻ ചെയ്തതാണ്. പ്ലാനിങ് ഒന്നുമല്ല, എന്നാലും പെട്ടെന്നുണ്ടായതാണ്. പക്ഷേ കണ്ടോ, എന്തൊരു ഭംഗിയുള്ളൊരു സ്ഥലം. നമുക്ക് നല്ലൊരു മൈൻഡ് റിലാക്സ് ആക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇവിടെ. ഞങ്ങൾ വരുമ്പോൾ കുറച്ച് ചായയും അതുപോലെ തന്നെ പഴംപൊരിയൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അത് ഞങ്ങളിവിടെ ഇരുന്നിട്ട് കഴിച്ചു. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയുള്ളൊരു അതിന് പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ കണ്ടോ, ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ആ ഒരു വ്യൂ ആണ്. അപ്പുറത്ത് മല, ഇതുപോലെ തന്നെ പുഴ ഒഴുകി പോണതും. അവിടുന്ന് കുറച്ച് ഇതുപോലൊരു സ്ഥലം കണ്ടോ. ഇവിടുന്ന് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നല്ലൊരു മരം, ചാഞ്ഞ് കിടക്കുന്ന ഒരു മരം ഉണ്ട് കേട്ടോ. അത് ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ പോണ വഴിയിൽ. കുറച്ചും കൂടെ അപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കുളിക്കാനും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇറങ്ങാം. പോണ വഴിയാണ് ഈ ഒരു മരം കണ്ടത്. ഇത് കണ്ടപ്പോൾ നമുക്ക് പണ്ടത്തെ ഒരു ഫിലിമിലൊക്കെ ഉണ്ടാവലുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു മരം. പണ്ടത്തെ എന്നല്ല, ഇപ്പോഴും ഉണ്ടാവും. ഇത് നമ്മൾ കാണലുണ്ട്. അതുപോലെ തോന്നി. ഞങ്ങളും അവിടെ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ കുളിക്കാൻ പറ്റിയൊരു ഏരിയ എന്ന് പറഞ്ഞല്ലോ, ആ ഒരു സ്ഥലം ലക്ഷ്യം വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, എന്തൊരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടില്ലേ. നല്ല തണുപ്പുള്ള വെള്ളം, ഇതുപോലെ ഒരുപാട് കല്ലുകളും ഇതൊക്കെയാണ്. കുട്ടികൾക്ക് നന്നായിട്ട് ഇവിടെ നീന്താനും ഇതൊക്കെ പറ്റും കേട്ടോ. നമ്മൾ മുങ്ങിപ്പോകുന്നോ ഒലിച്ചു പോകുന്നുള്ള പേടിയൊന്നുമില്ല. അത്ര അധികം വെള്ളമൊന്നുമില്ല. കൂടുതൽ മഴയുള്ള സമയത്ത് ഇവിടെ വെള്ളം ഉണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫാദിയും പെച്ചും ഒക്കെ ജ്യേഷ്ഠത്തിൻ്റെ പേരക്കുട്ടികളാണ്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾക്കും ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് പബ്ലിക്കായിട്ട് ഇറങ്ങി കുളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാത്തത് കൊണ്ട് പറ്റില്ല. അതല്ല, ഇങ്ങനെ പബ്ലിക്കിൽ കുളിക്കാം, കുഴപ്പമില്ലാത്ത ആളുകൾക്കൊക്കെ കുളിക്കാം കേട്ടോ, അതിനൊക്കെ പറ്റും. അപ്പോൾ കണ്ടോ, അവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ആണിത്. നമ്മൾ കുറച്ച് ഇപ്പുറത്ത് വന്ന് ആ ഒരു ഏരിയയിൽ നിന്നുള്ളതാണ്. കുറച്ച് അപ്പുറത്തേക്കൊക്കെ കയറി പോയിട്ടുണ്ടെങ്കിൽ നല്ല വൈബാണ് കേട്ടോ.
നമ്മൾ അങ്ങോട്ട് അപ്പുറത്തേക്ക് കയറി പോയിട്ടില്ല. പിന്നെ അപ്പോഴത്തിന് ഇവിടുത്തെ ടൈം കഴിഞ്ഞു. അത് കാരണം ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടുന്ന് പതുക്കെ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന വഴിയാണ് നമ്മൾ പോകുമ്പം കണ്ടത് ആ മരത്തിൽ നമ്മളെ ഫാദിക്കുട്ടനൊന്ന് തൂങ്ങി നോക്കുകയാണ്. അത് നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇവിടെ വരിക. നമുക്ക് കൂടുതൽ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് പ്രോഗ്രാമുകളും ഗെയിമുകളും ഒക്കെ നമുക്ക് തന്നെ പ്ലാൻ ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്പോട്ടാണിത്.